ഹായ്. ഞാൻ എൻ്റെ രുദ്രാക്ഷ റിസർച്ച് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊടുങ്ങല്ലൂർ അമ്മയുടെ നടയിൽ വെച്ചാണ്. ഏകദേശം 2015. അപ്പോൾ ഒരു 10 കൊല്ലമായി ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി എലിയോസ് കാർപ്പസ് ബേഡ്സിൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ യാദൃശികമായിട്ട് എൻ്റെ ഫ്രണ്ട് രാജേഷ് പറഞ്ഞു, കൊടുങ്ങല്ലൂർ അമ്മയുടെ നടയിൽ ഇന്ദ്രാക്ഷമുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ കൊടുങ്ങല്ലൂർ ഇടയ്ക്ക് പോകാറുണ്ട്, പക്ഷേ എനിക്ക് ഇതേവരെ മരം സ്പോട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. സംശയത്തോടു കൂടി ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് കൊടുങ്ങല്ലൂർ എത്തി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ശിവഭഗവാന്റെ നടയുടെ തൊട്ട് പിന്നിൽ അവിടെ ഇന്ദ്രാക്ഷ മരം എനിക്ക് കാണാൻ സാധിച്ചു. ഞാനത് വണ്ടടിച്ചു. അപ്പോൾ അതിനുശേഷം ക്ഷേത്ര ഭാരവാഹികളോട് ചോദിച്ചു, ഇവിടെ രുദ്രാക്ഷ മരം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിലൊരു വ്യക്തി എൻ്റെ കൂടെ വന്ന് എനിക്ക് മരം കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള റിസർച്ചിൻ്റെ പേപ്പർ വർക്ക്സ് എല്ലാം അവരെ കാണിച്ച് അവരെ ബോധ്യപ്പെടുത്തി ഇന്ദ്രാക്ഷമാണ്, ശ്രീലങ്ക സ്വദേശം. അവിടെ ഇതേപോലെ ഇന്ദ്രാക്ഷി ടെമ്പിളിന് നടയിലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു 2 ഭഗവതികൾ തമ്മിലുള്ള എന്തോ ഒരു കണക്ഷൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഈ കൊടുങ്ങല്ലൂർ അമ്മയുടെ നടയിൽ ഈ ഇന്ദ്രാക്ഷം വന്നത്. അപ്പം ഞാനത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. നിങ്ങളിനി എപ്പോഴെങ്കിലും പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കും. കൊടുങ്ങല്ലൂർ അമ്മയുടെ നടയിൽ ശിവഭഗവാന്റെ നടയുടെ തൊട്ട് പിന്നിൽ ഇന്ദ്രാക്ഷമുണ്ട്.